ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ജീറയിലെ ഒരു ടോപ്പിക്കായ കോൺഫ്ലുവൻസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അത് ജീറയുടെ ഒരു പാർട്ട് തന്നെയാണ്. ജീറയ്ക്കകത്ത് തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടല്ലോ, നമുക്ക് അതിൽ ഒരു പാർട്ടാണ് കോൺഫ്ലുവൻസ്. ഇതും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ് കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടീം വർക്ക് സ്പേസ് ആണ്, വേർ നോളജ് ആൻഡ് കൊളാബറേഷൻ മീറ്റ്. ഇവിടെ നമുക്ക് ഡൈനാമിക് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോൺഫ്ലുവൻസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനാണ്. നമുക്ക് നമ്മുടെ പ്രൊജക്ട് ഐഡിയാസ്, നമ്മുടെ പ്ലാനിങ്സ്, മീറ്റിംഗ് മിനിറ്റ്സ്, അജൻഡാസ്, പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ്, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ടീം സ്പേസസ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ എൻ നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ട് ഈ കോൺഫ്ലുവൻസിന്. ഓക്കെ, സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ജിറ ഓൺലി. ഇത് ഈ കോൺഫ്ലുവൻസ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് SDLC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റേഴ്സ് വരുന്നുണ്ടല്ലോ. സോ ഓരോ കാര്യത്തിലും വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കാൻ പറ്റും ഇഫ് യു ആർ യൂസിങ് കോൺഫ്ലുവൻസ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു പ്രോപ്പർ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കോൺഫ്ലുവൻസിൽ. അതുപോലെ നമ്മുടെ ആ പ്രൊജക്റ്റിൽ വരുന്ന എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണുമല്ലോ, ലൈക്ക് HR, പ്രൊജക്ട് മാനേജേഴ്സ്, മറ്റ് സ്റ്റേ ഹോൾഡേഴ്സ്, ടെക്നിക്കൽ ടീം മെമ്പേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇവരെല്ലാം തമ്മിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും നമ്മൾ കോൺഫ്ലുവൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ കോൺഫ്ലുവൻസ് ഈസ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും ടു ഹാവ് ഓൾ കോണ്ടന്റ് ഓർ ഇൻഫർമേഷൻ ആക്സസിബിൾ ടു എവരി വൺ. എല്ലാവർക്കും ഇൻഫർമേഷൻ ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് സൊല്യൂഷൻ തന്നെയാണ് കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമുക്കിനി കാണാം ഇതെങ്ങനെ കോൺഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാം, എന്തെല്ലാം ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് കോൺഫ്ലുവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. കോൺഫ്ലുവൻസിൻ്റെ ഫസ്റ്റ് യൂസിനാണ് കോണ്ടന്റ് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മെയിനായിട്ട് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുക. സോ കോണ്ടന്റ് മാനേജ്മെൻറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ കോൺഫ്ലുവൻസ്. സോ നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക തുടങ്ങിയ എല്ലാവിധ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും കോൺഫ്ലുവൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. കോണ്ടന്റ് ക്രിയേഷൻ ടൂൾസിനകത്ത് അവൈലബിൾ ആണ് നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് പെർഫോം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ബെനിഫിറ്റാണ് സെർച്ച്. നമ്മുടെ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ കോണ്ടൻസിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്ത് സെർച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കോൺഫ്ലുവൻസ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് നമുക്ക് മിനിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പിന്നെ ഒരു ലോങ് ടൈം പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇതിനെല്ലാം ഒരേ ടെംപ്ലേറ്റ് അല്ലല്ലേ, ഡിഫറെൻ്റ് ആണ് വരുന്നത്. സോ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ കോൺഫ്ലുവൻസിൽ. അടുത്ത ബെനിഫിറ്റാണ് നമുക്ക് ജീറയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പ്രൊജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. സോ ആ പ്രൊജക്ട്സിനെ നമ്മുടെ ഈ കോൺഫ്ലുവൻസിൽ ചില പേജസ് ആയിട്ടുള്ള ചില സ്പേസസ് ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മറ്റൊരു ബെനിഫിറ്റാണ്. നമുക്ക് എങ്ങനെ കോൺഫ്ലുവൻസിലോട്ട് റീഡയറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു പ്രൊജക്റ്റിലാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ പാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കോൺഫ്ലുവൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരുന്നു. ഇവിടെ ട്രൈ നൗ എന്നുള്ള ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അത് നെക്സ്റ്റ് പേജിലോട്ട് പോവുകയാണ് കോൺഫ്ലുവൻസിൻ്റെ. ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ, ഇത് നമുക്ക് ട്രയൽ വേർഷനും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾ കൊടുക്കേണ്ടി പോകുന്നത് ഗെറ്റ് ഫ്രീ പ്ലാനാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതേ ക്ലിക്ക് ചെയ്തു. 14 ഡേയ്സേ ഉള്ളേ. ദെൻ ഇതിൽ നമുക്ക് മാക്സിമം 10 യൂസേഴ്സിന് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ കോൺഫ്ലുവൻസിൻ്റെ ഈ ഒരു ചില ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യണമെന്നില്ല, സ്കിപ്പ് കൊടുക്കാം. അടുത്ത ഇവിടെ നമുക്കൊരു ലിങ്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു കോൺഫ്ലുവൻസിൻ്റെ ലിങ്ക് നമ്മൾ ഈ മെൻഷൻ ചെയ്യുന്ന ടീമേഴ്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സെയിം കോൺഫ്ലുവൻസ് തന്നെ, അതായത് നമ്മുടെ ആ പേജ് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതും ഓപ്ഷനാണ്. ഇതിനകത്ത് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് എടുക്കുന്നുണ്ട് ഇതൊന്ന് ലോഡായി വരാനായിട്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ കോൺഫറൻസ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ബാക്കി ഓപ്പറേഷൻസ് നോക്കാം. കോൺഫറൻസിൻ്റെ ഈ ഡാഷ്ബോർഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ ചില പേജസും സ്പേസും ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് ഡെമോ പേജ് സ്പേസ് എന്നൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ വരത്തില്ല. നമുക്ക് ആദ്യം തന്നെ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് നോക്കാമെന്ന് കാണാം. സോ മുകളിലത്തെ ടാബ് കണ്ടോ, അല്ല മെനൂസ് കണ്ടോ, ഹോം, റീസെൻറ്റ്, സ്പേസസ്, ടീംസ്, ആപ്സ്, ടെംപ്ലേറ്റ്സ്. സോ ടെംപ്ലേറ്റ്സ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ടെംപ്ലേറ്റ്സ് വന്നേക്കുന്നത്. എന്തൊക്കെ ടെംപ്ലേറ്റ്സ് ഉണ്ട്? സ്പ്രിന്റ് പ്ലാനിങ് മീറ്റിങ്ങിനുണ്ട്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ റിവ്യൂ, റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ്, അത് നമ്മൾ സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവ് ഉണ്ടാകുക. പിന്നെ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ഡിസിഷൻ ഡോക്യുമെൻറ്റേഷൻ, മീറ്റിംഗ് നോട്ട്സ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് എടുക്കുവാണ്. കണ്ടോ ടെംപ്ലേറ്റ്, യൂസ് ടെംപ്ലേറ്റ് കൊടുക്കുക. ഇപ്പോൾ വന്നേക്കുന്നത് കണ്ടോ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പേര് നമുക്കിവിടെ കൊടുത്ത് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കണ്ടോ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ വേറെ സെപ്പറേറ്റ് ഡോക്യുമെൻറ്റേഷൻ നെറ്റിൽ പോയി കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ചെയ്യുവാണെങ്കിൽ ബെനിഫിറ്റ് എന്താ, നമ്മുടെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും അവരിത് നമ്മുടെ ഈ കോൺഫറൻസ് പേജുമായിട്ട് കണക്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പെർമിഷൻ കൊടുക്കണം അവർക്ക് അത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ യൂസിങ് കോൺഫ്ലുവൻസ്. മറ്റൊരു ടെംപ്ലേറ്റ് നോക്കാം. ഇനി ഇപ്പോൾ എടുത്തത് എന്തായിരുന്നു, പ്രൊഡക്റ്റ് റിക്വയർമെൻ്റ് ആണ്. ഇനി മീറ്റിംഗ് നോട്ട്സ് എടുക്കാം. നമുക്ക് എപ്പോഴും മീറ്റിംഗ്സ് ഒക്കെ വരുമല്ലോ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ. അപ്പോൾ നമുക്ക് മീറ്റിംഗ് നോട്ട്സ് ആഡ് ചെയ്യണം. സോ യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഈ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ മീറ്റിംഗ് നോട്ട്സിനുള്ള ആ ഒരു ടെംപ്ലേറ്റ് വന്നേ കണ്ടോ. അതിൻ്റെ വേറൊരു ടെംപ്ലേറ്റ് ആണ് വന്നേക്കുന്നത്. ഡേറ്റ് വരുന്നുണ്ട്, നമുക്ക് ഡേറ്റ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പിന്നെന്താ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. പിന്നെ പാർട്ടിസിപ്പൻസിന് ആരും ആഡ് ചെയ്യുകയാണെങ്കിൽ @ കൊടുത്തിട്ട് അവരുടെ മെയിൽ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ അവരെ ആഡ് ചെയ്യുക. പിന്നെ ഡിസ്കഷൻ ടോപ്പിക്സ് ഇങ്ങനെ നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ കൊടുക്കാം. ഡിസിഷൻസ്, ആക്ഷൻ ഐറ്റംസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു ടെംപ്ലേറ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ് കാണിക്കുന്നത്. ഓൾ ഹാൻഡ്സ് മീറ്റിംഗ്സിനുള്ള ആഡ് ചെയ്യാൻ പറ്റും. ബ്രെയിൻ സ്റ്റോമിങ്, നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. 90 ഡേ പ്ലാനിങ്ങിനുള്ള ടെംപ്ലേറ്റ് ഉണ്ട്, 1-to-1 മീറ്റിങ്ങിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് കോൺഫ്ലുവൻസിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്പേസസ് എന്ന് പറയുന്നത്. സോ എന്താണ് സ്പേസസ് എന്ന് ആദ്യം പറയാം. സ്പേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടന്റിനെ ഒരു മീനിങ് ഫുൾ വേയിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സ്പേസസ് എന്ന് പറയുന്നത്. സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓരോരോ ഫോൾഡേഴ്സ്, ഇപ്പം ഡീന്നൊരു ഫോൾഡർ അതിനകത്ത് പിന്നെ നമ്മൾ സബ് ഫോൾഡേഴ്സ് ഫിലിംസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ സ്റ്റഡി പർപ്പസിന് വേറെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. കാരണം ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം എന്താ, നമുക്ക് പിന്നീട് നോക്കുവാണെങ്കിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. വേറൊരാൾക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്കും കുറച്ച് ഈസിയർ ആയിരിക്കണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ഫോൾഡേഴ്സ് കൊടുക്കുന്നത്. സോ സെയിം പർപ്പസ് തന്നെയാണ് ഇവിടെ സ്പേസസ് വരുന്നത്. ഓക്കെ, സോ ഈ സ്പേസസിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന് സ്പേസസ് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഈ കോൺഫ്ലുവൻസിൻ്റെ ഡാഷ്ബോർഡിൽ കണ്ടോ മുകളിലത്തെ മെനു, ഹോം, റീസെൻറ്റ്, അതിൽ തേർഡ് വൺ ആണ് സ്പേസസ്. അതെടുക്കുക. ഇപ്പം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക സ്പേസസ്, അതവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് വ്യൂ ഓൾ സ്പേസസ് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവൈലബിൾ ആയിരിക്കും, അതെടുക്കാൻ പറ്റും. ഇനിയില്ല നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്രിയേറ്റ് എ സ്പേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ കണ്ട ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്നത് നോക്കിയേ എന്തോരം ടൈപ്പ് ഓഫ് സ്പേസസ് അവൈലബിൾ ആണ്. നമുക്കിതിൽ ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച്. ബ്ലാങ്ക് ഉണ്ട്, അത് ബ്ലാങ്ക് ആയിട്ട് നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ടീമിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റേഷൻ, നോളജ് ബേസ്, സോഫ്റ്റ്വെയർ പ്രോജക്റ്റ്, അങ്ങനെ നമ്പർ ഓഫ് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സ്പേസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ടീം എന്നുള്ള കൊടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ടീം എടുത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ വന്നേക്കുന്നുണ്ടോ, ഇത് വന്നു കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയത് ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ഇവിടെ താഴെ കണ്ടു നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അതേ കൊടുക്കുക. നമുക്കിവിടെ നമ്മുടെ സ്പേസിൻ്റെ പേര് കൊടുക്കാവേ. ഞാനിപ്പോൾ തൽക്കാലം ടീം സ്പേസ് 1 എന്ന് കൊടുക്കാം. നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും പ്രോപ്പറായ നെയിമാണ് കൊടുക്കുക. ഇപ്പം ഞാനിപ്പം നമുക്കൊരു സ്റ്റഡി പർപ്പസിനായതുകൊണ്ട് മാത്രം ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പേര് കൊടുത്തതേ ഉള്ളൂ. നമ്മളൊരു ആക്ച്വൽ പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അത് കണ്ടാൽ നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് എന്താണ് ആ സ്പേസ് എന്നുള്ളത്. ആ രീതിയിലുള്ള പേരുകൾ വേണം. നമ്മൾ സ്പേസ് വേണ്ടി മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും, ഏതൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം പുതുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിലും ആ നെയിംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ ആ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടീം സ്പേസ് 1 എന്നുള്ള ആ ഒരു സ്പേസ് ക്രിയേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് നമുക്ക് പേജസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും.
സോ അതിന് മുന്നേ ജസ്റ്റ് ഒരു ഓവറോൾ ലുക്ക് കാണിക്കാവേ. ടീം സ്പേസ് 1 വന്നിട്ടുണ്ട്. അത് എന്നൊക്കെ ചെയ്യാൻ പറ്റും, പേജസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ടെംപ്ലേറ്റ്സ്, പ്രൊജക്ട് പ്ലാൻ്റെ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാം, മീറ്റിംഗ് നോട്ട്സ് ആഡ് ചെയ്യാം, വീക്ക്ലി സ്റ്റാറ്റസ് റിപ്പോർട്ട് ആഡ് ചെയ്യാം. ഇതിനൊക്കെ ടെംപ്ലേറ്റ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് വേണ്ട കോണ്ടന്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടെംപ്ലേറ്റ് ഓൾറെഡി അതിനകത്തുണ്ട്. പിന്നെ എബൌട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ടീം മെമ്പേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു സ്പേസിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ അബൌട്ട് പേജസ്. പേജസ് എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് കോൺഫ്ലുവൻസിലെ. സോ നമ്മൾ തൊട്ട് മുൻപ് കണ്ടത് സ്പേസ് ആയിരുന്നു അല്ലേ. അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതിയാണ് സ്പേസസ് എന്ന് പറഞ്ഞാൽ. സോ ഈ സ്പേസസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പേജസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടർ ഫോൾഡേഴ്സിൽ നമ്മൾ സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഫയൽസ് ആയ ഇപ്പോൾ വേർഡോ നോട്ട് പാഡൊക്കെ ക്രിയേറ്റ് ചെയ്യത്തില്ലേ, ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പേജസ് എന്ന് പറയുന്നത്. ഈ പേജസിലാണ് നമ്മൾ ആക്ച്വൽ കോണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഇൻഫർമേഷനൊക്കെ ആഡ് ചെയ്യുക. സോ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഈ പേജസിന് വേണ്ടിയിട്ടും. അപ്പോൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാവേ. ഇപ്പം നമ്മുടെ ഈ ഒരു സ്പേസിൽ നിൽക്കുകയാണ്. സ്പേസിൻ്റെ പേരാണ് ടീം സ്പേസ് 1 നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേര്. then ഇവിടെ കണ്ട മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ അതേ പ്രസ് ചെയ്യാം. then പേജ് എന്നുള്ള ഓപ്ഷൻ വന്നേക്കുന്നുണ്ട്, പേജ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കണ്ടോ ഇവിടെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ് പ്രൊജക്ട് പ്ലാനിലെ ടെംപ്ലേറ്റ് ഉണ്ട്, മീറ്റിംഗ് നോട്ട്സ് ഉണ്ട്, വീക്ക്ലി സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉണ്ട്. ഇത് വേണ്ടി എടുക്കാം. ഇപ്പം ഇൻ കേസ് ഞാൻ ഇവിടെ നിന്ന് തന്നെ മീറ്റിംഗ് നോട്ട്സ് എടുക്കുകയെന്ന് വെച്ചോ, ഇവിടെ പോയിട്ട് എനിക്ക് എൻ്റെ കോണ്ടന്റ് ആഡ് ചെയ്യാം. ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം, ടൈറ്റിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കാം, പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും, ഗോൾസ് ആഡ് ചെയ്യാം, ഡിസ്കഷൻ ടോപ്പിക്സ് അതൊക്കെ എൻ്റെ ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ എടുക്കുക, ദെൻ പേജ് എന്നുള്ള ആ മെനു ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ട് പേജ് വന്നത്. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് പേജ് 1 എന്ന് കൊടുത്തു. ദെൻ നമ്മുടെ കണ്ടന്റ് ആഡ് ചെയ്യാനാന്ന് വെച്ചാൽ നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലോർ ഓൾ എലമെൻറ്റ്സ് കൊടുക്കാം. പിൻകസ് നമുക്ക് എന്തെങ്കിലും കോഡ് ആഡ് ചെയ്യണമെങ്കിൽ കോഡ് സ്നിപ്പറ്റ് ചൂസ് ചെയ്യാം, കോഡ്സ് ആഡ് ചെയ്യണ കോഡ്സ് കൊടുക്കാം, ഇൻഫോ പാനൽ കൊടുക്കുക, എക്സ്പാൻഡ് കൊടുക്കുക, സ്റ്റാറ്റസ് കൊടുക്കാം, ഡേറ്റ് ആഡ് ചെയ്യണം, ഡേറ്റ് കണ്ടോ ഡേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമേ. അങ്ങനെ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച്. കേട്ടോ, അപ്പം ജസ്റ്റ് കാണിക്കുന്നുള്ളൂ, നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിഷ് എന്നുള്ള ബട്ടണെ പ്രസ് ചെയ്യുക. ഇപ്പം ഇൻ കേസ് ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല, മീൻസ് പബ്ലിഷ് എന്നുള്ള ബട്ടനെ പ്രസ് ചെയ്തില്ല, അതിന് മുന്നേ ഞാൻ എങ്ങോട്ടെങ്കിലും റീഡയറക്റ്റായി പോയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വേറൊരു ബട്ടണിൽ പ്രസ് ചെയ്ത് അങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. ദെൻ തിരിച്ച് ഞാൻ വരുമ്പം എനിക്കത് കാണണം. ഓക്കെ, ഇൻ കേസ് ഈ പേജ് വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എവിടെ നിന്നാണ് കാണാൻ പറ്റുക? ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ കോണ്ടന്റ് എന്ന് വന്നേക്കുന്നതിൻ്റെ അണ്ടറിൽ കണ്ടോ ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ കൊടുത്ത പേജിൻ്റെ പേരെന്തായിരുന്നു? ടെസ്റ്റ് പേജ് 1 എന്നായിരുന്നു. സോ അതവിടെ കാണിക്കുന്നുണ്ട്. അത് ഡ്രാഫ്റ്റ് മോഡിലാണ്. ദാറ്റ് മീൻസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡ്രാഫ്റ്റ് മോഡിൽ കാണിക്കുന്നത്. സോ അതെടുക്കുന്നു. ദെൻ നമുക്കിനി പബ്ലിഷ് ചെയ്യാം. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമ്മുടെ ടീംസിലെ മറ്റാൾക്കാർക്കും ഈ പേജസ് എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് സ്ലാക്ക് ഷെയർ ചെയ്യാം. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടീം ചാറ്റിനൊക്കെയുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൂളാണ്. അതിലോട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ആരെങ്കിലും അവരെ നമുക്ക് ആഡ് ചെയ്യാവേ. അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം ആരും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിങ്ക് എടുത്ത് അവർക്ക് സെപ്പറേറ്റ് അയച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ദെൻ പബ്ലിഷ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. സോ കണ്ടവിടെ വന്നേക്കാൻ ടീം സ്പേസ് 1 ഇത് വന്നേക്കുന്നത് മീറ്റിംഗ് നോട്ട്സിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് പബ്ലിഷ് ആയിട്ടുണ്ട്. സോ നമ്മൾ ആർക്കൊക്കെ പെർമിഷൻ കൊടുത്ത് അവർക്കൊക്കെ ഇത് എഡിറ്റ് ചെയ്യാം, വ്യൂ ചെയ്യണേ വ്യൂ ചെയ്യാം. അതാണ് പേജ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എങ്ങനെ ഒരു ജീറ പ്രോജക്റ്റിനെ നമ്മുടെ കോൺഫ്ലുവൻസിലെ ഒരു സ്പേസിലെ പേജുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക അത് നോക്കാവേ. അതിനായിട്ട് നമ്മുടെ ജീറയുടെ പേജ് എടുക്കുക. അവിടെ നിന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ എന്താണെന്ന് വെച്ചാൽ എടുക്കും. ഞാനിപ്പോൾ ഡെമോ എന്നുള്ള നമ്മുടെ പ്രൊജക്റ്റ് എടുത്തു. ദെൻ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ മെനുവിൽ പ്രൊജക്ട് പേജസ് എന്നുള്ള ഒരു മെനു വന്നേക്കുന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ കണക്ട് ടു കോൺഫ്ലുവൻസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് പ്രസ് ചെയ്യുക. ദെൻ നമ്മൾ ഓൾറെഡി കോൺഫ്ലുവൻസിൻ്റെ സ്പേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ വരും ഓട്ടോമാറ്റിക്കലി. ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ന്യൂ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടായിരുന്നല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ഡൗൺ എടുക്കാം. ഇഷ്ടമുള്ള ഒരു സ്പേസ്, ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ. ഇപ്പം ഞാനവിടെ ടീം സ്പേസ് 1 എന്നുള്ള ആ ഒരു സ്പേസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കണക്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടപ്പം താഴെ വന്നേക്കുന്നുണ്ട് സ്പേസ് കണക്റ്റഡ്, സക്സസ്ഫുള്ളി കണക്റ്റഡ് വിത്ത് ടീം സ്പേസ് 1.
ദെൻ കണക്റ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ആ സ്പേസും ഈ ഒരു നമ്മുടെ ജീറ പ്രൊജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. സോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് വന്നേക്കുന്നത് നമ്മുടെ ആ ഒരു സ്പേസിലെ കാര്യങ്ങൾ. ദെൻ നമുക്കിനി വേണമെങ്കിൽ അവിടെ ആ സ്പേസ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ കോൺഫറൻസ് ഉള്ള ഈ ബട്ടണെ അല്ലെങ്കിൽ ആ മെനുവെ പ്രസ് ചെയ്യാം. ദെൻ അത് നമുക്ക് ആവശ്യമനുസരിച്ച് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജീറയുമായിട്ട് കോൺഫറൻസ് പേജ് കണക്ട് ചെയ്യുന്നത്.